കലിപ്പനി ചായന്റെ അഗ്രഹാരത്തിലെ കുട്ടി. പാലക്കാടിന്റെ തനിമ ചോരാത്ത പല്ലശ്ശന ഗ്രാമത്തിലെ ഒരറ്റത്തുള്ള ആ പഴയ അഗ്രഹാരം കാലത്തിന്റെ സ്പർശനമേൽക്കാതെ അങ്ങനെ ശാന്തമായി കിടക്കുകയായിരുന്നു. ചാണകം തളിച്ച വൃത്തിയുള്ള മുറ്റങ്ങളും സുന്ദരമായ കോലങ്ങളും നിറഞ്ഞ ആ തെരുവിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പഴയ തറവാട്ട് വീട്ടിലാണ് ഗായത്രിയുടെ ലോകം. പാട്ടിന്റെയും നൃത്തത്തിന്റെയും ലോകത്ത് മാത്രം ജീവിച്ച ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. ആധുനിക ലോകത്തിന്റെ ബഹളങ്ങളോ ഇംഗ്ലീഷ് ഭാഷയോ അറിയാത്ത കർശനമായ ആചാരങ്ങളുടെയും വിലക്കുകളുടെയും നടുവിൽ പാട്ടിനെ മാത്രം കൂട്ടുകാരിയാക്കിയ പാവം പെൺകൊച്ച്. 10ാം ക്ലാസ് വരെ മാത്രമാണ് അവൾക്ക് പഠനം അനുവദിച്ചിരുന്നത്. അമ്മ ലക്ഷ്മിക്ക് മകളുടെ കാര്യത്തിൽ വലിയ സങ്കടമായിരുന്നു. പെൺകുട്ടികളിങ്ങനെ 4 ചുമരുകൾക്കുള്ളിൽ അടച്ചുപൂട്ടാതെ ആൺകുട്ടികളെ പോലെ അവരെയും നല്ല രീതിയിൽ പഠിപ്പിക്കേണ്ടതല്ലേ എന്ന ചിന്ത അവളിൽ എപ്പോഴും നീറിപ്പോവുകയുമായിരുന്നു. പച്ചക്കരയുള്ള മനോഹരമായ പട്ടുപാവാടയും ബ്ലൗസും അണിഞ്ഞ് കഴുത്തിൽ മിന്നിത്തിളങ്ങുന്ന പരമ്പരാഗതമായ പാലക്കാമാലയും കാതിൽ ചെറിയ ജിംകി കമ്മലുമിട്ട് മുടി നന്നായി വാരിപ്പിന്നി നല്ല സുഗന്ധമുള്ള മുല്ലപ്പൂവും ചെമ്പകപ്പൂവും ചൂടി നിൽക്കുകയാണ് ഗായത്രി. തുമ്പപ്പൂ നിറമുള്ള ഐശ്വര്യം തുളുമ്പുന്ന ആ മുഖത്ത് എപ്പോഴും ഒരു ലജ്ജ കലർന്ന ശാന്തതയുണ്ടായിരുന്നു. ആൾ പൂജാമുറിയിലെ വിളക്കുകൾക്ക് തിരിയിട്ട് ചന്ദന തിരി കത്തിക്കുന്ന തിരക്കിലാണ്. അതേസമയം അടുക്കള വരാന്തയിൽ ആ സംസാരം പുരോഗമിക്കുകയാണ്. അപ്പ സുബ്രഹ്മണ്യനും അമ്മ ലക്ഷ്മിയും പാട്ടി മീനാക്ഷി അമ്മയും അവിടെയുണ്ട്. തൊട്ടടുത്ത് തന്നെ ഗായത്രിയുടെ അനിയൻ ഹരിയും നിൽപ്പുണ്ട്. അപ്പ സുബ്രഹ്മണ്യൻ ചോദിച്ചു, ഈ കൊച്ചിനെങ്ങനെ വെറുതെ വീടിനുള്ളിൽ മാത്രം അടച്ചുപൂട്ടുന്ന എന്തിനാ അമ്മേ? കാലൊക്കെ എത്ര മാറി. അത് കേട്ട് പാട്ടി മീനാക്ഷി അമ്മ വടിയൂന്നി എഴുന്നേറ്റ് ദേഷ്യത്തിൽ ചോദിച്ചു, എന്തു മാറാൻ? നമ്മുടെ ആചാരങ്ങളും മര്യാദകളും വിട്ട് വെളിയിൽ പോയിട്ട് ആരും കാല് കുത്തേണ്ടതില്ല. പെൺകുട്ടിയോട് വീട്ടിൽ അടക്കത്തോട് ഒതുക്കത്തോട് ഇരിക്കണം. 10ാം ക്ലാസ് വരെ പഠിച്ചെന്നിയ ധാരാളം. അപ്പുറത്തെ ഗ്രാമത്തിലെ മാധവന്റെ മോളെ കോളേജിൽ വിട്ടപ്പോ അവള് ജീൻസും പാൻറ്റും ഒക്കെ ഇട്ട് നടന്ന് ഒടുവിൽ പഠിക്കാൻ പോയ സ്ഥലത്ത് നിന്ന് വേറൊരു ചെറുക്കനെയും സ്നേഹിച്ച് ഇറങ്ങിപ്പോയില്ലേ? ആ നാണക്കേട് കാരണം ആ കുടുംബത്തിന് പിന്നീട് തല ഉയർത്തി നടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനി വെളിയിൽ വിട്ട ആ കുഞ്ഞ് ചീത്തയായി പോവും. അതുപോലെയുള്ള പേക്കോരങ്ങൾ ഇവിടെ ഉണ്ടാവരുത്. പാട്ടിയുടെ ആ കടുത്ത വാക്കൾ കേട്ട് അമ്മ ലക്ഷ്മിക്ക് സങ്കടവും ദേഷ്യവും വന്നു. ആൾ പാട്ടി എതിർത്തുകൊണ്ട് ചോദിച്ചു, അമ്മേ, എപ്പോഴും ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പെറ്റ മോളല്ലേ, ആൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന ഞങ്ങളുടെ കടമയല്ലേ? 18 വയസ്സ് തികഞ്ഞ കുട്ടി, ഇപ്പോഴും പുറലോകത്തെ കുറിച്ച് ഒരു അറിവില്ല. പെൺകുട്ടികളിൽ നിന്ന് നമ്മൾ എത്ര കാലം അവളിങ്ങനെ വീട്ടിൽ പൂട്ടിയിടും? അവൾക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ആറ് വേദനയോടെ പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ട് ആ വീടിന്റെ ഒരു മൂലയിൽ ഗായത്രി ഒതുങ്ങി. ഇതേ സമയം ആ ഗ്രാഹത്തിന്റെ ശാന്തതയെ ഭേദിച്ചുകൊണ്ട് ഒരു കറുത്ത കാർ അവിടേക്ക് ചീറിപ്പാഞ്ഞു വന്ന് നിന്നു. ആ കാറിന്റെ ശബ്ദം കേട്ടാണ് ഗായത്രി ജനലിന്റെ അരികിലൂടെ പുറത്തേക്ക് നോക്കിയത്. അവരുടെ വീടിന് നേരെ എതിർവശത്തുള്ള വലിയ തറവാട് കുറച്ചുനാൾ മുമ്പ് അന്യമതസ്ഥരായവർ വാങ്ങിയിരുന്നു. കോട്ടയത്തെ പാലക്കാരുടെ തനിമയും തലയെടുപ്പുമുള്ള ഒന്നാം തരം ഒരു അച്ചായനാണ് ടെന്നീസ് തരകൻ. നാടൻ ശൈലിയും ആധുനിക സ്റ്റൈലും ഒരുപോലെ ഒത്തുചേർന്ന പ്രകൃതം. ആ വീട്ടിലേക്കാണ് ഇപ്പോൾ അവർ എത്തിയിരിക്കുന്നത്. കാറിന്റെ വാതിൽ തുറന്ന് അവൻ പുറത്തിറങ്ങി. കറുത്ത കൂളിംഗ് ഗ്ലാസും കഴുത്തിൽ കുരിശുമാലയും ധരിച്ചാണ് അവന് നിൽപ്പ്. കൂടെ അവന്റെ കൂട്ടുകാരായ ബിജു റോയും അവനൊപ്പം ആ കാറിലുണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങി ആ പുതിയ വീട്ടിലേക്കായിരുന്നിടയിൽ ഡെനീസ് കറുത്ത കണ്ണടൊന്ന് ഉയർത്തിപ്പിടിച്ച് ആ ജനലിന്റെ ഭാഗത്തേക്ക് നോക്കി. അവിടെ നിന്ന് തങ്ങൾ ഒളിഞ്ഞു നോക്കുന്ന ആ പെൺകുട്ടിയുടെ രൂപം കണ്ട് അവനൊരു കൗതുകം തോന്നി. ആ ഗ്രാമത്തിലെ പതിവ് കാഴ്ചകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തരായവരെ കണ്ടതും ജനലിലൂടെ നോക്കിയിരുന്ന ഗായത്രിക്ക് കൗതുകവും ചെറിയൊരു മടിയും തോന്നി. അതേസമയം അടുക്കള വരാന്തിയിലേക്ക് നടന്നു വന്ന പാട്ടി അത് കണ്ട് അല്പം വെപ്രാളത്തോടെയും ദേഷ്യത്തോടെയും വടികുത്തിന്ന് പറഞ്ഞു, അന്യമതസ്ഥരാത്രേ ക്രിസ്ത്യാനികളെ. അപ്പുറത്തെ വീട്ടിലെ മീനമാള് പറയുന്നത് കേട്ടതാ. പാട്ടി അങ്ങനെ ദേഷ്യത്തോടെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു. എന്തും കഴിക്കുന്ന ആൾക്കാരാ. ഇനിയിപ്പോ ഈ അഗ്രഹാരത്തിലാകെ മാംസത്തിന്റെ ഒക്കെ മണം അടിച്ചു വരും, നോയിക്കോളൂ. ആ വീട്ടിൽ ലക്ഷ്മി പറഞ്ഞു, അമ്മ അത് നോക്കണ്ട, അത് കഴിഞ്ഞ പാടിന് വിട്ടേക്ക്. അപ്പോഴും പാട്ടിയുടെ സംസാരം കണ്ട് സുബ്രഹ്മണ്യ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, അമ്മ അത് ഏത് നാട്ടുകാർ ഏത് ജാതിക്കാരാണെങ്കിലും പോട്ടെ, അവരവരുടെ കാര്യം നോക്കിക്കൊണ്ട് അവരായിട്ട് പോയില്ലേ? നമ്മൾ എന്തിനാ അതിലൊക്കെ വെറുതെ തലയിടുന്നത്? വന്നതാരാണെന്ന ചിന്തകളോടെ ആൾ അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയിലെ ചെറിയ തീന്മേശയ്ക്ക് ചുറ്റും അപ്പ സുബ്രഹ്മണ്യനും അനിയൻ ഹരിയിരിപ്പുണ്ട്. അമ്മ ലക്ഷ്മി എല്ലാവർക്കും പാത്രങ്ങളിലേക്ക് ചൂടുള്ള ചോറും കറിയും വിളമ്പിക്കൊടുക്കുകയാണ്. ചോറ് കഴിക്കാനിരുന്ന ഗായത്രി ജനലിന്റെ അവിടേക്ക് നോക്കുന്ന കണ്ടിട്ട് അമ്മ ലക്ഷ്മി ചോദിച്ചു, മോളെന്താ ജനലിന്റെ അവിടെ തന്നെ നിന്ന് പുറത്തേക്ക് നോക്കുന്നത്? ആരെങ്കിലും അപ്പുറന്ന് വന്ന് എന്തെങ്കിലും കണ്ടോ? അത് കേട്ട് തലകുനിച്ചുകൊണ്ട് ഗായത്രി പതുക്കെ പറഞ്ഞു, ഇല്ലമ്മ, ചോറ് കഴിക്കാൻ വരുമ്പോ ഒരു കാറിന്റെ ശബ്ദം കേട്ടു, അങ്ങനെ തിരിഞ്ഞു നോക്കിയതാ. അത് കേട്ട് അമ്മ ലക്ഷ്മി ചോറ് വിളമ്പുന്നതിനിടയിൽ പറഞ്ഞു, കണ്ടിട്ട് ആളൊരു ഗൗരവക്കാരനാണ് തോന്നുന്നു. അത് കേട്ട് അപ്പ കഴിക്കുന്നിടയിലും പറഞ്ഞു, ആരായാലും അവരവരുടെ കാര്യം അവര് നോക്കട്ടെ. അടുക്കളയുടെ വരാന്തയിലൂടെ നടന്നു വന്ന പാട്ടി മീനാക്ഷി അമ്മ ആ വാക്കുകൾ കേട്ട് ദേഷ്യത്തോടെ വടിയുത്തിയിരുന്നു.
അതൊരു ക്രിസ്ത്യാനി കുടുംബ. അവരുമായിട്ട് യാതൊരു ബന്ധം വേണ്ട. ആരും അങ്ങോട്ട് അടുക്കാൻ നിൽക്കരുത്. പറഞ്ഞു കേട്ടല്ലോ. അമ്മ പാട്ടിയെ നോക്കി പതുക്കെ പറഞ്ഞു. അതൊക്കെ ശരിയാമ്മേ, വെറുതെ നമ്മളായിട്ട് ആരുടെ അടുത്തും പോയി സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. ആര് സംസാരിക്കുന്നിടയിൽ ഗായത്രി ഒന്നും മിണ്ടാ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എങ്കിലും ഗായത്രിയുടെ മനസ്സിൽ ആ കറുത്ത കാറും ആ കലിപ്പനും ചായന്റെ നോട്ടവും മാത്രമായിരുന്നു. അത്രയും കാലം 4 ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിപ്പോയ തന്റെ ചെറിയ ലോകത്തിന് പുറത്ത് വലിയൊരു ലോകം കൂടി ബാക്കിയുണ്ടെന്ന തിരിച്ചറിവ് ആദ്യമായി ആ പെൺകുട്ടിയുടെ മനസ്സിൽ വേരൂന്നാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ദിവസങ്ങൾ പതിപോലെ കടന്നുപോയി. അവിടെ അഗ്രാരത്തിൽ തന്നെയുള്ള കലാക്ഷേത്രത്തിലാണ് ഗായത്രി നൃത്തം പഠിക്കാൻ പോയിരുന്നത്. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം നൃത്തം പഠിച്ചു കഴിഞ്ഞ് കയ്യിൽ ചിലങ്കയും പിടിച്ച് ആൾ തെരുവിലൂടെ നടന്നു വരികയായിരുന്നു. അന്ന് ഈ ദിവസം അവൾ ഉടുത്തിരുന്നത് ഒരു മനോഹരമായ കറുത്ത ധാവണിയായിരുന്നു. അതേസമയം ഡെന്നീസ് തന്റെ കറുത്ത കാറ് വീടിന്റെ ഗേറ്റ് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി പുറത്തിറങ്ങിയായിരുന്നു. കാറിന്റെ വാതിലടക്കുന്ന ശബ്ദം കേട്ട് ഗായത്രി പെട്ടെന്ന് തലയുയർത്തി നോക്കി. അന്ന് ജനലരികിൽ വെച്ച് കണ്ട ആ മുഖം അവൾ പെട്ടെന്ന് ഓർത്തു. നടന്നു പോവുകയായിരുന്ന അവൾ അറിയാതെ നിന്നുപോയി. ഡെന്നീസിന്റെ കണ്ണുകളും പെട്ടെന്ന് ആ നടപ്പാതിലൂടെ വരികയായിരുന്ന ഗായത്രിയുടെ മേൽ പതിഞ്ഞു. ആ കറുത്ത ധാവണിയും കഴുത്തിലെ പാലക്കാമാലയും കയ്യിലെ ചിലങ്കയാവും ശ്രദ്ധിച്ചു. അവൻ ഗൗരവത്തോടെ ഒരൊറ്റ നോട്ടം നോക്കി. അവന്റെ ആ നോട്ടം കണ്ടപ്പോൾ അവൾ പേടിയോടെ വേഗം വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അങ്ങനെ ഇരിക്കെ ഒരു വെളുപ്പാങ്കാലത്ത് പതിപോലെ ടെന്നീസ് ജോഗിങ്ങിനായി അഗ്രാരത്തിലൂടെ നടന്ന് തിരികെ വരികയായിരുന്നു. പ്രഭാതത്തിന്റെ ശാന്തതയെ തഴുകിപ്പോയ തണുത്ത കാറ്റും ചെറിയൊരു വെളിച്ചവും ആ തെരുവിന് വേറൊരു ഭംഗി നൽകിയിരുന്നു. തന്റെ വീടിന്റെ മുന്നിലെത്തിയ ടെന്നീസ് അടുത്തുള്ള ആ തറവാട് വീടിന്റെ ഉള്ളിൽ നിന്നും വായുവിൽ അലിഞ്ഞു ചേരുന്ന മനോഹരമായ ഒരു പാട്ടിന്റെയും ഒപ്പം ചിലങ്ക കിലുങ്ങുന്ന ശബ്ദത്തിന്റെയും അകമ്പടിയോടെയുള്ള നൃത്തത്തിന്റെയും താളം കേട്ടു. കൗതുകടക്കാനാവാതെ അവൻ പതുക്കെ ആ വീടിന്റെ ജനലരികിലേക്ക് ചെന്നു. ജനലിന്റെ അഴികളിലൂടെ ഉള്ളിലേക്ക് നോക്കിയ ഡെന്നീസിന്റെ കണ്ണുകൾ അത്ഭുതത്തോടെ വിടർന്നു. വീടിന്റെ നടുമുറ്റത്ത് കിഴക്ക് നിന്നുള്ള വെളിച്ചം മുഖത്തേക്ക് വീഴവേ ചുറ്റുമുള്ളതൊന്നും അറിയാതെ പൂർണ്ണ മനോഹാരിതയോടെ നിറഞ്ഞാടുകയാണ് ഗായത്രി. അവളുടെ ആ ചുവടുകളും ആത്മസമർപ്പണവും അവനിൽ പെട്ടെന്നൊരു കൊച്ചു കൗതുകം ഉണർത്തി. എന്നാൽ ആ കാഴ്ച അധിക നേരം നീണ്ടുന്നില്ല. പെട്ടെന്നാണ് വീടിന്റെ പിൻവശത്തുനിന്ന് വടിയുത്തിക്കൊണ്ട് പാട്ടി മീനാക്ഷി അമ്മ അവിടേക്ക് വന്നത്. ജനലിൽ പറ്റിന്ന് വീടിനുള്ളിലേക്ക് കൗതുകത്തോടെ നോക്കിയിരിക്കുന്ന ഡെന്നീസിനെയാണ് പാട്ടി ആദ്യം കണ്ടത്. അവരുടെ മുഖത്ത് ദേഷ്യ രച്ചുകയറി. പാട്ടി കടുത്ത ശബ്ദത്തിൽ ചോദിച്ചു, എന്താടാ നീ ഇവിടെ നോക്കിക്കുന്നേ? നിനക്ക് നാണില്ലേ ഇങ്ങനെ മറ്റുള്ളവരുടെ വീടിന്റെ ജനലിലൂടെ ഒളിഞ്ഞു നോക്കാൻ? പെട്ടെന്നുള്ള ആ ചോദ്യം കേട്ട് ഒട്ടും പതറാതെ ഒരു ചെറു പുൻചിരിയോടെ ഡെന്നീസ് മറുപടി പറഞ്ഞു, അമ്മച്ചി റിലാക്സ്, ലെറ്റ്സ് എൻജോയ് ദി ഡാൻസ്, ദാറ്റ് തിങ്. അതിനപ്പുറം വേറെ ഒന്നുമില്ല അമ്മച്ചി. പാട്ടിക്ക് അവന്റെ ആ ഇംഗ്ലീഷ് സംസാരം ഒട്ടും പിടിച്ചില്ല. അവർ കൂടുതൽ അമർഷത്തോടെ വടി നിലത്തടിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞു, നീ എന്തോന്നാടാ ഈ പുസ്തകത്തിൽ കിടക്കുന്ന ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് എന്നെ ഭയപ്പെടുത്താൻ നോക്കുന്നേ? നിന്റെ ഇംഗ്ലീഷ് ഭർത്താവിനൊക്കെ നിന്റെ കയ്യിൽ വെച്ചാ മതി, എന്റെ അടുത്ത് വേണ്ട. എന്റെ കൊച്ചുമോളാ അവള്. അവിടെ അടുത്തേക്ക് കണ്ണൊക്കെ നീ ആരേടാ? ഇറങ്ങിപ്പോടാ അങ്ങോട്ട്. എന്റെ വീടിന്റെ ആ പരിസരത്ത് നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോ. പാട്ടിയുടെ ആക്രോശവും ബഹളവും കേട്ട് ഗായത്രി പെട്ടെന്ന് നിർത്തി പേടിയോടെ വന്ന മൂലക്ക് മാറി നിന്നു. ഹൃദയം നിലക്കുന്ന പോലെ തോന്നി അവൾക്ക്. ജനലിന് മറവിൽ നിൽക്കുകയായിരുന്ന ഗായത്രി ഇതത്രയും കേൾക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ വീടിന്റെ പടിവാതിൽക്കൽ നിന്ന് പാട്ടിയോട് ഒട്ടും ഭയമില്ലാതെ സംസാരിക്കുന്ന ആ കരിപ്പനച്ചായനെ അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. പാട്ടിയുടെ ബഹളം കൂടിയപ്പോൾ ഡെന്നീസ് ചുണ്ടിലൊരു ചെറിയ ചിരിയോടെ ഗൗരവത്തിൽ തിരിഞ്ഞു തന്റെ വീട്ടിലേക്ക് നടന്നു. എങ്കിലും ആ നടുമുറ്റത്ത് മുടിയഴിച്ചിട്ട് നൃത്തം ചെയ്ത ആ പെൺകുട്ടിയുടെ രൂപം അവന്റെ മനസ്സിൽ മായാതെ കിടന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ആ സംഭവത്തിന് ശേഷം ഡെന്നീസ് പിന്നെ ആ വഴി ഗായത്രിയുടെ വീടിന് നേർക്ക് വന്നിട്ടില്ലായിരുന്നു. അതൊരു വിശേഷ ദിവസമായിരുന്നു. അഗ്രാരത്തിനടുത്തുള്ള പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ വലിയൊരു ഉത്സവം നടക്കുന്നു. നാടാകെ ഒത്തുകൂടിയിരിക്കുന്ന ആ വലിയ തിരക്കിലേക്ക് ഗായത്രി അമ്മയും പാട്ടി മീനാക്ഷി അമ്മയും തൊഴാനെത്തി. ചുറ്റും വലിയ ബഹളവും ജനക്കൂട്ടവുമായിരുന്നു. ആരും ആരെയും ശ്രദ്ധിക്കാൻ പറ്റാത്ത വിധം വലിയ തിക്കും തിരക്കവിടെ രൂപപ്പെട്ടു. അതേസമയം ആ വഴിയിലൂടെ തന്നെ സുഹൃത്തുക്കളോടൊപ്പം അമ്പലത്തിലേക്ക് എത്തിയതായിരുന്നു ഡെന്നീസും. യാദൃശ്ചികതയെന്നോണം ആ വലിയ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഗായത്രിയും പെട്ടുപോയി. തിക്കിന്റെയും തിരക്കിന്റെയും ഇടയിൽ നിൽക്കുകയായിരുന്ന അവൾ കൂട്ടത്തിൽ നിന്നും പെട്ടെന്ന് തെന്നിമാറി താഴെ വീഴാനാഞ്ഞു. ആ സമയത്ത് അതുവഴി വന്ന ഡെന്നീസ് പെട്ടെന്ന് കൈ നീട്ടി അവളെ താങ്ങി പിടിച്ചു. ആ വലിയ തിരക്കിൽ വീണു പോവാതിരിക്കാൻ അവൾ പെട്ടെന്ന് ഡെന്നീസിന്റെ ദേഹത്തേക്ക് ചേർന്ന് ഒട്ടിയാണ് നിന്നത്. അതേസമയം ആ വഴിയിലൂടെ വന്ന ഗായത്രിയുടെ അമ്മയും പിന്നാലെ പാട്ടിയും ആ കാഴ്ച കണ്ടു. ഗായത്രിയുടെ അമ്മ ഇതേണ്ടി വിറങ്ങലിച്ചു. ഒന്നും മിണ്ടാനാവാതെ സ്തബ്ധയായി നിന്നുപോയി. അത് കണ്ടതും പാട്ടി മീനാക്ഷി അമ്മയുടെ നെഞ്ച് തകർന്നുപോയി. ഉള്ളിൽ ആ കൊച്ചുമോളോട് അളവറ്റ സ്നേഹമുണ്ടായിരുന്നെങ്കിലും ആചാരങ്ങളുടെയും നാട്ടുകാരുടെ പേടിയുടെയും മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പാട്ടി തലയിൽ കൈവച്ച് തേങ്ങി കരഞ്ഞുകൊണ്ട് തളർന്നു നിന്നുപോയി.
അതേസമയം നാട്ടുകാരിലൊരാൾ പൂജാരിയോട് പോയി വിവരങ്ങൾ ധരിപ്പിച്ചു. അതിനിടയിൽ അമ്പലത്തിലെ പൂജാരി മുന്നോട്ട് വന്ന് വലിയ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, ഇനി അഗ്രഹാരത്തിൽ കണ്ടുപോകരുത്. ഇവളെ പടിയടച്ചു പിണ്ടം വയ്ക്കണം. ഒരന്യമതക്കാരനോടൊപ്പം ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് അവന്റെ ശരീരത്തോടൊപ്പം ചേർന്ന് നിൽക്കുക. അപ്പോഴാണ് ആള് താൻ ഇപ്പോഴും മുറുകെ പിടിച്ചിരിക്കുന്ന കാര്യം പെട്ടെന്ന് ഡെന്നീസ് ഓർത്തത്. അപ്പോൾ തന്നെ അവൻ അവിടെയുള്ള പിടി അയച്ചു. ഇത് നമ്മുടെ അഗ്രഹാരത്തിൽ തന്നെ വലിയൊരു അപമാന. അന്യവസ്തരോട് ചേർന്ന് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഇവൾക്ക് ഇനി ഈ കുരത്തിന്റെ മാനവും കാത്ത് ഈ അഗ്രഹാരത്തിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല. നമ്മുടെ ആചാരങ്ങളെ ലംഘിച്ച ഇവരെ ഈ അഗ്രഹാരത്തിൽ നിന്ന് പടിയടച്ച് പുറത്താക്കണം. പൂജാരിയുടെ ആ വാക്കുകൾ കേട്ട് പാർട്ടിയും ബന്ധുക്കളും നെഞ്ചുരുകി കരഞ്ഞുകൊണ്ട് അവിടെ വിറച്ചു നിന്നു. നാട്ടുകാരും ആക്രോശവുമായി മുന്നോട്ട് വന്നു. ചുറ്റുമുള്ളവരുടെ നോട്ടങ്ങളും അപവാദങ്ങളും താങ്ങാനാവാതെ ഗായത്രി ഭയന്ന് വിറച്ച് പൊട്ടിക്കരഞ്ഞുപോയി. പാർട്ടിയുടെ കാൽക്കൽ വീഴാനാഞ്ഞുകൊണ്ട് ആൾ വിതുമ്പി, ഇല്ല പാട്ടി, ഇല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല പാട്ടി. ഗായത്രിയുടെ ആ നിലവിളിയും നെഞ്ചു തകർന്ന കരച്ചിലും കണ്ടു നിൽക്കുന്ന ആരുടെയും കരളറിയിപ്പിക്കുന്നതായിരുന്നു. പാർട്ടി സ്നേഹം കൊണ്ട് മാത്രം ഉള്ളിൽ കരഞ്ഞുകൊണ്ട് തേങ്ങി നിന്നു. മതി, നിർത്ത് നിങ്ങളുടെ ഈ ബഹളം. പെട്ടെന്ന് ഡെന്നീസിന്റെ ശബ്ദം ആ അമ്പലപ്പറമ്പിൽ മുഴങ്ങി. അവന്റെ മുഖത്തെ കലിയും ദേഷ്യവും കണ്ടാൽ ആരും ഒന്ന് ഭയന്നു പോകും. അവൻ ആ നാട്ടുകാർക്കും പൂജാരിക്കും നേരെ തിരിഞ്ഞുകൊണ്ട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഈ കൊച്ചാ തിക്കിലും തിരക്കിലും പെട്ടൊന്ന് വീഴാൻ പോയപ്പോ ഞാൻ വെറുതെ ഒന്ന് താങ്ങി പിടിച്ചല്ലേ ഉള്ളൂ. അതിനാണോ നിങ്ങളിങ്ങനെ ഊതിപ്പെരിപ്പിച്ച് കുഴപ്പാക്കുന്നത്? ഡെന്നീസിന്റെ ആ ചോദ്യം കേട്ട് നാട്ടുകാരും പൂജാരിയും വീണ്ടും അമർഷത്തോടെ മുന്നോട്ട് വന്ന് അവന് നേരെ ആക്രോശിച്ചു. ഞങ്ങൾ ഈ അഗ്രഹാരത്തിന്റെ രീതിയോ ആചാരങ്ങളോ അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാ. പുറത്തുനിന്ന് ഒരു അന്യമതസ്ഥര് വന്ന് എന്തെങ്കിലും കാണിച്ചു പോകാനുള്ള സ്ഥലല്ലേ ഇവിടെ. ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കുന്ന ഇവളെ ഇനിയിപ്പോ ഏത് നാണം കെട്ടവനാ കെട്ടാൻ വരുന്നത്? നീയാണോ ഇവളെ കെട്ടാൻ പോകുന്നത്? അതാണോ ഈ അഗ്രഹാരത്തിൽ വെച്ച് ഇത്രയും നാട്ടുകാരുടെ മുമ്പിൽ ഇവളെ നീ ചേർത്ത് പിടിച്ച്? നാട്ടുകാരുടെ ആ പരിഹാസവും ചോദ്യം കേട്ടതും ഡെന്നീസിന് കലശലായ ദേഷ്യം വന്നു. അവൻ വേറൊന്നും ആലോചിച്ചില്ല. ഗായത്രിയുടെ അച്ഛനെയും അമ്മയെയും ആളുടെ മുത്തശ്ശിയെയും പാട്ടിയെയും ആളുടെ കൂടിയിരുന്ന എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് തന്റെ കഴുത്തിൽ കിടന്നിരുന്ന കുരിശോടുകൂടിയ മാല പെട്ടെന്ന് ഊരിയെടുത്ത് അവൻ നേരെ ഗായത്രിയുടെ കഴുത്തിലേക്ക് ചാർത്തി കൊടുത്തു. കഴുത്തിൽ ഒരു മാല ഇട്ടു കൊടുത്താൽ വിവാഹം കഴിഞ്ഞെന്നാണല്ലോ നിങ്ങളുടെയൊക്കെ വിശ്വാസം. അപ്പൊ പിന്നെ ഇനി മുതൽ ഇവളെന്റെ ഭാര്യ. ഞാൻ ഇവളങ്ങ് കൊണ്ടുപോവാ എന്റെ വീട്ടിലേക്ക്, അങ്ങ് പാലായിലേക്ക്. ഇത് എതിർക്കാൻ ഇവൾക്ക് പോലും അവകാശമില്ല. പൂജാരിയോടും നാട്ടുകാരോടും ഡെന്നീസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. പെട്ടെന്നുള്ള ആ ഞെട്ടലിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വാക്ക് പോലും മിണ്ടാൻ കഴിയാതെ ഗായത്രി പൂർണ്ണമായി സ്തംഭിച്ചുപോയി. കഴുത്തിൽ പെട്ടെന്ന് വന്ന് വീണ ആ മാല കണ്ട് വിറങ്ങലിച്ചിന്ന് നാട്ടുകാരും വീട്ടുകാരും അത് കണ്ടാകെ അമ്പരന്നുപോയി. ഗായത്രിയുടെ അച്ഛനും അമ്മയും എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ച് വിറങ്ങലിച്ച് നിന്നു. അപ്പൊ ഇതായിരുന്നു കാര്യല്ലേ? അവളവൻ തമ്മിലുള്ള ബന്ധം കണ്ടില്ലേ? ഇന്നും തന്നെ തുടങ്ങിയല്ല, പുതിയ ചക്കനാ വന്നവണ്ണ കറക്കിയെടുത്താ. എന്തോ ഒപ്പിക്കാൻ നോക്കിയപ്പോ കണ്ടുപിടിച്ചതാ. നാട്ടുകാർ പരസ്പരം പലതും പറഞ്ഞു. എന്നാൽ അതൊന്നും വകവെക്കാതെ ദേഷ്യത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും അവൻ ഗായത്രിയുടെ കൈയും പിടിച്ച് കാറിനടുത്തേക്ക് കൊണ്ടുപോയി. ആളെ കാറിലേക്ക് കയറ്റി. അപ്പോൾ തന്നെ അവർ ആ ക്ഷേത്ര പരിസരത്തു നിന്നും വണ്ടിയെടുത്ത് പോയി. നേരെ അവരെത്തിച്ചേർന്ന് അവൻ പുതുതായി വാങ്ങിയ വലിയ തറവാട് വീട്ടിലേക്കാണ്. അവൻ ഗായത്രി വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം അവിടുത്തെ ആ മുറി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നീ തൽക്കാലം ഈ റൂം ഉപയോഗിച്ചോ. അത്രയും പറഞ്ഞിട്ട് അവൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അതുവരെ നടന്ന സംഭവങ്ങളുടെ ഞെട്ടിൽ നിന്ന് മാറാതെ ഗായത്രി ആ മുറിയിൽ ഒറ്റയ്ക്കിരുന്നു. ആർക്ക് പിന്നാലെ തന്നെ ബിജു റോയി അങ്ങോട്ടേക്ക് വന്നിരുന്നു. കാറിൽ നിന്ന് ചാടിയിറങ്ങിയവർ അങ്കിലാപ്പോടെ ഡെന്നീസിന്റെ അടുത്തേക്ക് ചെന്നു. റോയി കണ്ണുമിഴിച്ച് ചോദിച്ചു, എന്താണ് നീ കാണിച്ചത്? ഞങ്ങൾ അമ്പലപ്പറമ്പിലാണെന്നൊക്കെ കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി. ബിജുവും അതിശയം മാറാതെ ഒപ്പം ചേർന്നു. സത്യം, ഞങ്ങളൊക്കെ അവിടെ വെച്ച് പേടിച്ചുപോയി. ഇനി എന്താണ് നീ വീട്ടിൽ ചെന്നാ പറയാ? ചോദിക്കാനും പറയാനും വീട്ടിൽ ആളുകളില്ലേ? റോയി വീണ്ടും സംശയത്തോടെ ചോദിച്ചു. അതല്ല, ആ കൊച്ചിന്റെ സമ്മതം പോലും ചോദിക്കാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു കല്യാണം. നാട്ടുകാർ അങ്ങനെയൊക്കെ ബഹളം വെച്ചപ്പോ നീ ചുമ്മാ തമാശ ചെയ്താണോ? അത് സീരിയസ് ആണോ? റോയി, ബിജു, അല്ലടാ, നിങ്ങൾ കാര്യത്തിന്റെ സീരിയസ്നെസ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതുവരെ മറ്റൊരു പെൺകുട്ടിയുടെ മേലും ഈ ഡെന്നീസ് ചെറിയാന്റെ കണ്ണും വിരലും പതിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കാൻ ഞാൻ കാരണം ഈ പാവം കുട്ടിയെ എല്ലാവരും കൂടി എന്റെ മുമ്പിൽ വെച്ച് അപമാനിച്ചില്ലേ? അമ്പലപ്പറമ്പിൽ വെച്ച് നാട്ടുകാരും പൂജാരിയും ചേർന്ന് അവളെ പടിയടച്ച് പുറത്താക്കിയില്ലേ? അവളിനി ഒറ്റക്കല്ലേടാ. നാളെ ഈ അഗ്രഹാരത്തിന്റെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാ അവളെ എന്ത് ചെയ്യും? അവളുടെ സ്വന്തം അച്ഛനും അമ്മയ്ക്ക് പോലും മകളേക്കാൾ വലുത് ഈ സമൂഹം അവരുടെ ആചാരങ്ങളും അല്ലേ? അമ്പലപ്പറമ്പിൽ നാട്ടുകാരുടെ മുമ്പിൽ ആ പാവങ്ങൾ പേടിച്ച് വിറച്ച് ഒന്നും ചെയ്യാനാവാതെ നിസ്സഹാരായി നിന്നത് നിങ്ങൾ കണ്ടില്ലേ? സ്വന്തം മകൾക്ക് വേണ്ടി ആ സമയത്ത് ആരെങ്കിലും ഒരു അക്ഷരം വേണ്ടിയോ? ആ കുട്ടിക്ക് ആകെ ഒരു തുണ പോലും ഉണ്ടായിരുന്നില്ല. സോ
ഐ ജസ്റ്റ് തോട്ട് അബൌട്ട് ദാറ്റ്. അവളെ ഓർത്ത് എനിക്ക് വിഷമം തോന്നി. അതുകൊണ്ടാ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. റോയി ദീർഘശ്വാസം വിട്ടുകൊണ്ട് അവനെ തോളിൽ തട്ടി പറഞ്ഞു. ശരിയാണ് ഡെന്നീസ്, നീ പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ട്. നാട്ടുകാരുടെ ആ കോലൊക്കെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയതുകൊണ്ടാ ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചത്. പക്ഷെ ഇനി ഈ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ആ ഗ്രാമത്തിലെ ആൾക്കാർ വെറുതെ വിടാൻ തോന്നുന്നുണ്ടോ? ബിജു റോയിയുടെ ഒപ്പം ചേർന്ന് ഗൗരവത്തോടെ പറഞ്ഞു. റൈറ്റ്, റോയി പറയുന്നത് ശരി തന്നെയാ. ബിജുവും ശരിവെച്ചു. കാര്യങ്ങൾ ഇത്രയ്ക്ക് എത്തിയ സ്ഥിതിക്ക് ഇനി നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആണ്, പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ കാര്യം. അവൾ തീർച്ചയായിട്ടും ഫുൾ ഷോക്കിലായിരിക്കും. എനിവേ, നീ ഭാഗത്തേക്ക് ചെല്ലും, സമാധാനിപ്പിക്കുന്ന എന്തെങ്കിലും ആ കൊച്ചിനോട് പറയും. അവരുടെ വാക്കുകൾ കേട്ട് ഡെനീസ് ഒരു കുഞ്ഞു ചിരിയോടെ തലയാട്ടി മറുപടി നൽകി. ഏയ് ഡോണ്ട് വറി ഗൈസ്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കാതെ ലെറ്റ് മീ ചെക്ക് യുവർ ഫസ്റ്റ്. നിങ്ങൾ വേണമെങ്കിൽ അകത്തേക്ക് വാ. റോയും ബിജുവും പുറത്തേക്ക് ഡെന്നീസ് ഉമ്മറവാതിൽ തുറന്ന് വീടിനുള്ളിലേക്ക് കയറി. കൂട്ടുകാരോട് പുറത്തേൽക്കാൻ ആംഗ്യം കാണിച്ച് താൻ ഗായത്രിക്ക് കയറാൻ കൊടുത്ത മുറിക്ക് മുന്നിലേക്ക് അവൻ ചെന്നു. മുറിയുടെ വാതിൽ തുറന്നിടയ്ക്കായിരുന്നു. അകത്തേക്ക് നോക്കിയ ഡെന്നീസ് കണ്ടത് കട്ടിൽ മുഖം പൊഴുത്തി കിടന്ന് വിതമ്പിക്കരയുന്ന ഗായത്രിയാണ്. ആ ജനക്കൂട്ടത്തിന്റെ അപവാദങ്ങളും പെട്ടെന്നുണ്ടായ വിവാഹവും നൽകിയ മാനസികാഘാതത്തിൽ അവളാകെ തകർന്നു പോയിരുന്നു. അവളുടെ അലർച്ചയുടെയും തേങ്ങലുകളുടെയും ശബ്ദം ആ മുറിയിലാകെ മുഴങ്ങി കേട്ടു. അവളുടെ ആ നിലവിളി കേട്ട് ഡെന്നീസിന്റെ മനസ്സിൽ വല്ലാത്തൊരു നൊമ്പരമുണർന്നു. അവൻ സാവധാനം കാൽ പെരുമാറ്റമുണ്ടാക്കാതെ മുറിക്കുള്ളിലേക്ക് കാലെടുത്തു വെച്ചു. എന്നാൽ ആ നിശബ്ദത ഭേദിച്ചുകൊണ്ട് പെട്ടെന്ന് ആരോ മുറിയിലേക്ക് കയറി വരുന്ന കണ്ട് ഗായത്രി ഞെട്ടിയുറച്ചുകൊണ്ട് കട്ടിൽ നിന്ന് എഴുന്നേറ്റു. പേടിയുമാതി ഒരേ സമയം മുഖത്ത് നിഴലിച്ചവൾ കരച്ചിലടക്കാൻ പാടുപെട്ടുകൊണ്ട് ആ മുറിയുടെ ഒരു മൂലയിലേക്ക് ഭയത്തോടെ ചുരുണ്ടുകൂടിയിരുന്നു. തന്നെ ഉപദ്രവിക്കാൻ വന്നാണോ എന്ന ഭാവത്തിൽ ആ വലിയ കണ്ണുകൾ കൊണ്ട് അവൾ അവനെ നോക്കി. അവൻ അവളുടെ അടുത്തേക്ക് പെട്ടെന്ന് ചെന്നില്ല. അവളുടെ ആ ഭയം മാറ്റാനായി മുറിയുടെ പാതി വഴിയിൽ പതുക്കെ നിന്ന് ശാന്തമായ ശബ്ദത്തിൽ സംസാരിച്ചു തുടങ്ങി. നീ എന്തിനങ്ങനെ പേടിച്ചോർക്കുന്നു? ഞാൻ നിന്നൊന്നും ചെയ്യാനല്ലോ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. എങ്കിലും അപരിചിതമായ ചുറ്റുപാടും അവളിലുണ്ടായ ഭയവും കാരണം അവളൊന്നും മിണ്ടാ തലകുനിച്ച് വിറച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. ഡെന്നീസ് ഒരടികൂടി മുന്നോട്ട് വെച്ച് കുറച്ചുകൂടി മൃദുവായ ശബ്ദത്തിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി. എന്നാൽ അതൊന്നും കേൾക്കാതെ അവൾ അടങ്ങാതെ വീണ്ടും ഉറക്കെ കരയാൻ തുടങ്ങിയതോടെ അവന്റെ സഹനം കിട്ടു. ദേഷ്യം തറക്കി പിടിച്ച അവൻ അവൾക്ക് നേരെ പാഞ്ഞെടുത്ത് ശബ്ദമുയർത്തി പറഞ്ഞു. നിന്റെ ഈ അലർച്ച കേട്ട് എന്റെ ചെവി പൊട്ടാറായി. ഞാനിവിടെ സമാധാനമായിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോ നീ പേടിച്ച് കുറച്ച് അവിടെ ഒരു മൂലക്ക് ചുരുണ്ടുകൂടിയിരിക്കുന്നു. നീ ഒന്ന് വീഴാൻ പോയപ്പോ ഞാനൊന്ന് താങ്ങിയതിനല്ലേടി നിന്റെ നാട്ടുകാരും അഗ്രഹാരക്കാരും നിന്റെ വീട്ടുകാരടക്കം മൊത്തം ചേർന്ന് പാടിയടച്ച് നിന്നെ പിണ്ടം വെച്ചത്. നിന്നെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്ന ഞാൻ ഓരോന്നും പറയുന്നു. നീ എന്നെ കാണുമ്പോ പേടിച്ച് വറക്കുന്നു. ഇനിയും മുറിയും നിന്റെ ഒരു ശബ്ദം പുറത്തേക്കിട്ട് പോരുത്. പറഞ്ഞു മനസ്സിലായിടി. അത്രയും പറഞ്ഞ് ഒരു കടുത്ത താക്കീത് നൽകി അവൻ വാതിലും വലിച്ചടച്ച് അവിടുന്ന് ഇറങ്ങിപ്പോയി. ഡെന്നീസ് ദേഷ്യത്തിൽ വാതിലും വലിച്ചടച്ച് പുറത്തിറങ്ങിയത് കണ്ട് റോയും ബിജുവും ഞെട്ടിപ്പോയി. റോയ് കണ്ണുമിഴിച്ച് ചോദിച്ചു. ഡെന്നീസ, എന്തിനാണ് നീ ആ കൊച്ചിനോട് ഇങ്ങനെ കത്തുന്നത്? കൊച്ചാണെങ്കിൽ പേടിച്ച് ആവറായി. നീ ഇങ്ങനെ അലറാതെ പതുക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? അത് കേട്ട് ഡെന്നീസ് അവരെ നോക്കിയത് മൂക്കത്തി വിരവെച്ച് കലിപ്പിൽ പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാടാ? ഇവളാണെങ്കിൽ കരച്ചിലും പിഴിച്ചിലുമായിട്ട് നിൽക്കുമല്ലേ. നമ്മൾ കാര്യം പറയാൻ ചെല്ലുമ്പോൾ പേടിച്ച് മൂലക്കിരിക്കുകയും ചെയ്യും. ഇവളെ കൊണ്ട് തോറ്റു ഞാൻ. പോട്ടെ, നിങ്ങൾ വരുന്നുണ്ടോ? നമുക്ക് കഴിക്കാൻ വാങ്ങാൻ കടയിലേക്ക് പോവാം. അങ്ങനെ ഡെന്നീസ് അവരെയും വിളിച്ചുകൊണ്ട് കടയിലേക്ക് നടന്നു. ഈ സംഭാഷണങ്ങളെല്ലാം മുറിയുടെ ജനലരികിലിരുന്ന് ഗായത്രി കേൾക്കുന്നുണ്ടായിരുന്നു. തനിയാ മുറിയിലിരുന്ന് അവൾ ആലോചിച്ചു. അഗ്രഹാരത്തിലെ ചട്ടക്കൂടുകളിൽ നിന്ന് പെട്ടെന്നൊരു അന്യമതക്കാരൻ്റെ കൂടെ ഇറങ്ങേണ്ടി വന്ന അവസ്ഥയും ഈ ഡെന്നിച്ചന്റെ പരിക്കൻ പെരുമാറ്റവും ആളുടെ ഉള്ളിൽ വലിയൊരു ഭയവും ഒപ്പം പുതിയൊരു ചിന്തയും ഉണ്ടാക്കി. ഇതേ സമയം ഗായത്രിയുടെ വീട്ടിൽ സങ്കടം മാത്രം ബാക്കിയായിരുന്നു. മകളിനി ഒരിക്കലും തിരിച്ചു വരില്ലെന്നും നാട്ടുകാരുടെ മുമ്പിൽ തലയുയർത്തി നടക്കാനാവില്ലെന്നുള്ള ആലോചന സുബ്രഹ്മണ്യന്റെയും ഭാര്യയുടെയും ഉള്ളിൽ കീറി മുറിച്ചു. എന്റെ മോളിപ്പോ ഏത് അവസ്ഥയിലായിരിക്കും എന്ന അമ്മയുടെ നെഞ്ചുപൊട്ടിയുള്ള കരച്ചിലും മുത്തശ്ശിയുടെ വിലാപവും ആ വീടിന്റെ ചുമരുകളെപ്പോലും കണ്ണീരിലാഴ്ത്തി. ചേച്ചിയെ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ എന്നോർത്ത് മുറിക്കുള്ളിൽ വിറങ്ങലിച്ചിരിക്കുന്ന അനിയന്റെ അവസ്ഥയും കൂടിയായപ്പോൾ ആ കുടുംബം പൂർണ്ണമായി തകർന്നു പോയിരുന്നു. കടയിൽ പോയി തിരിച്ചെത്തിയ ഡെന്നിച്ചൻ ഗായത്രിയുടെ മുന്നിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് വെച്ചു. ആളുടെ അവസ്ഥ മനസ്സിലാക്കി അവൻ പതുക്കെ പറഞ്ഞു. ഞങ്ങൾ എന്തായാലും പുറത്തുപോയി ഭക്ഷണം കഴിച്ചു. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ വെച്ചുണ്ടാക്കുന്ന ശീലമൊന്നുമില്ലല്ലോ. അതുപോലെ നീ പുറത്തുനിന്നുള്ള ആഹാരം കഴിക്കില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുള്ളത്. നീ ഇത് കഴിക്കും. അതിനടുത്ത് വന്നപ്പോൾ ഗായത്രി പതി എഴുന്നേറ്റ് നിന്ന് മുഖം കുനിച്ച് നിന്നു. ആളുടെ കരച്ചിലെല്ലാം മാറി മനസ്സിൽ ചെറിയൊരു ആശ്വാസം തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് അല്പം ഗൗരവത്തോടെ അവൻ തുടർന്നു. ഇങ്ങനെ മുറിക്കുള്ളിൽ ഒതുങ്ങിയിരുന്നിട്ട് കാര്യമില്ല. നാളെ രാവിലെ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പാലായിലേക്ക് പോകും. നീ പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ സ്നേഹിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്. ഇതുപോലെ ചെറിയൊരു തെറ്റിന്റെ പേരിൽ ആരെയും പച്ചക്ക് പടിയടച്ച് പുറത്താക്കുന്ന സ്വഭാവമൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല.
അത്രയും പറഞ്ഞ് അവൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പുറത്തുപോയി നിന്നുകൊണ്ട് അവൻ ഫോണെടുത്ത് തന്റെ വല്യപ്പച്ചനെ വിളിച്ച് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. അത് കേട്ട് ആ മുതിർന്ന മനുഷ്യൻ സ്നേഹത്തോടെ മറുപടി നൽകി. നീ ആ കൊച്ചിനെ പേടിപ്പിക്കാതെ ഇങ്ങോട്ട് കൊണ്ടുപോവാ മോനെ. ഇവിടെ എത്തിയതിന് ശേഷം ബാക്കി നമുക്കെല്ലാം സംസാരിച്ച് ശരിയാക്കാം. കാര്യങ്ങളൊക്കെ നിന്റെ അപ്പച്ചനോട് ഞാൻ പറഞ്ഞോളാം. പിറ്റേന്ന് രാവിലെ ഡെന്നീസ് വന്ന് ഗായത്രിയുടെ മുറിയിൽ വാതിൽ തട്ടി വിളിച്ചു. മടിച്ചു വന്ന് വാതിൽ തുറന്ന ഗായത്രി കണ്ടപ്പോൾ തന്നെ ആൾ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ലെന്ന് അവന് മനസ്സിലായി. നീ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? നമുക്കിപ്പോൾ ഇറങ്ങണം. ഇപ്പം ഇറങ്ങിയാലേ സന്ധ്യാകുമ്പോഴേക്കും അവിടെ എത്താൻ പറ്റൂ. നീ വേഗം വേഷം മാറി ഇറങ്ങി. അത് കേട്ട് അവൾ തലവനിച്ച് ഒന്നും മിണ്ടാൻ നിന്നു. ആളുടെ മുഖം കണ്ടിട്ട് അവൻ ചോദിച്ചു, നിനക്ക് മാറാൻ ഡ്രസ്സ് ഉണ്ടോ? ആൾ അപ്പോഴും ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. അത് കണ്ടപ്പോൾ അവൻ അല്പം ഗൗരവത്തോടെ പറഞ്ഞു, വാ തുറന്ന് കാര്യം പറയടി. അപ്പോൾ അവൾ ഇല്ലെന്ന അർത്ഥത്തിൽ തലയാട്ടി. അത് കേട്ട് അവൻ പറഞ്ഞു, നീ പോയി ഫ്രഷായി ഇറങ്ങി, ഞാൻ അടുത്തിടയിൽ എന്തെങ്കിലും ഡ്രസ്സ് ഇട്ട് നോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി. അങ്ങനെ അവൻ അടുത്തുള്ള കടയിൽ പോയി കുറച്ച് ഡ്രസ്സുകൾ വാങ്ങി അവിടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് അവൻ പറഞ്ഞു, ഇത് പാകാവുമെന്ന് എനിക്ക് തീർച്ചയില്ല. അവിടെയുള്ള സെയിൽസ്മാനോട് പറഞ്ഞാൽ വാങ്ങിയ, നീ വേഗം മാറിവാ. അത് കേട്ട് മുറിയുടെ കഥകിനരിയെന്ന് ഗായത്രി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, എനിക്ക് വയ്യ, എനിക്ക് പേടിയാ, ഞാൻ ഈ അഗ്രാരം വിട്ട് പുറത്തേങ്ങോട്ടും പോയിട്ടില്ല. അത് കേട്ട് ഡെന്നീസ് ദേഷ്യത്തോടെ പറഞ്ഞു, എന്റെ മാല കഴുത്തിൽ വീണ മുതൽ നീ എന്റെ ഭാര്യ, ഞാൻ പറയുന്നത് കേട്ടാ മതി, പോയി റെഡിയാവടി. അത്രയും പറഞ്ഞ് അവനാളെ ദേഷ്യത്തിൽ അവിടുന്ന് അകത്തേക്ക് വിട്ടു. ഡെന്നീസ് പറഞ്ഞനുസരിച്ച് ഗായത്രി വേഗം പോയി ഫ്രഷായി ആ ഡ്രസ്സ് മാറി വന്നു. ആളുടെ അളവിൽ തയ്പ്പിച്ചെടുത്ത പോലെയായിരുന്നു ആ വേഷം അവൾക്ക് പാകമായത്. കരിനീല കളറുള്ള ചുരിദാറിൽ ആളുടെ സൗന്ദര്യം കൂടുതൽ ഭംഗിയായി എടുത്തു കാണിച്ചു. ആൾ ഡ്രസ്സ് മാറി പുറത്തിറങ്ങിയപ്പോൾ മുതൽ ഡെന്നീസ് അവളെ സൂക്ഷിച്ച് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ വേഷത്തിൽ അവളെ കണ്ടപ്പോൾ അവരിൽ ചെറിയൊരു കൗതുകം തോന്നി. എങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ അവനൊന്നും മിണ്ടാതെ അവളെയും കൂട്ടി കാറിനടുത്തേക്ക് നടന്നു. കാറിനുള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ഗായത്രി കണ്ണീരടക്കി പിടിച്ച് പതിയെ തന്റെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി. ആ വീട് പൂർണ്ണമായി അടച്ചിട്ടിരിക്കുന്ന കണ്ടപ്പോൾ ഇനിയൊരിക്കലും തനിക്ക് അവിടേക്ക് തിരികെ പോകാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് അവളുടെ നെഞ്ചിൽ വല്ലാത്തൊരു നോവായി ആഞ്ഞു കുത്തി. ആ വേദനയോടെയും കടുത്ത ഭയത്തോടെയും ആളൊന്നും മിണ്ടാതെ അവന്റെ പുറകെ കാറിലേക്ക് കയറി. പിന്നീട് ഡെന്നീസും കൂട്ടുകാരും ഗായത്രിയുമായി പാലായിലേക്ക് യാത്ര തിരിച്ചു. യാത്രക്കിടയിൽ ആറുവായിലൊരു ഹോട്ടലിന് മുന്നിൽ കാറ് നിർത്തി. വിശപ്പിൽ നിന്നും തനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ആൾ ആദ്യം കഴിക്കാൻ മടിച്ചു നിന്നു. എന്നാൽ ഡെന്നീസിന്റെ ഒരു കടുപ്പത്തിലുള്ള നോട്ടം കണ്ടതും ആൾക്ക് പിന്നെയൊന്നും പറയാൻ തോന്നിയില്ല. പേടിയോടെ തളാഴ്ത്തിക്കൊണ്ട് ആൾ അവൻ വാങ്ങി നൽകിയ വെജിറ്റേറിയൻ ഭക്ഷണം ഒടുവിൽ കഴിച്ചു തീർത്തു. നീണ്ട യാത്രക്കൊടുവിൽ കാറ് പാലായിലെത്തി. പ്രശസ്തമായ തരകൻ ഫാമിലി എന്നെഴുതിയ വലിയ ഗേറ്റ് കടന്ന് ആ കാറ് മുറ്റത്തേക്ക് കയറി നിന്നു. ആ വലിയ തറവാട്ടിലെ കൺമുമ്പിൽ നിൽക്കുന്ന ഓരോരുത്തരെയും കണ്ടപ്പോൾ ഗായത്രിയുടെ ഉള്ളിൽ പേടി അലയടിച്ചു. ആളുടെ നെഞ്ചിരിപ്പ് നിൽക്കുന്ന പോലെ തോന്നി. വരാന്തയിൽ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവസ്ഥയിൽ കുടുംബാംഗങ്ങളെല്ലാവരും കടുത്ത ഗൗരവത്തോടെ അവിടെ നിന്നിരുന്നിട്ടുണ്ടായിരുന്നു. ആർക്കിടയിലൂടെ ഡെനീസും പിന്നാലെ തലതാഴ്ത്തി ഗായത്രിയും കാറിൽ നിന്നിറങ്ങി. ആ കുടുംബത്തിന്റെ കാരണവരായ വല്യപ്പച്ചൻ വർക്കിയും വല്യമ്മച്ചി ത്രേസ്യയും കടുത്ത ഗൗരവത്തോടെ മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു. ആർക്ക് പിന്നിലായി ആ കുടുംബത്തിലെ മറ്റംഗങ്ങൾ അവിടേക്ക് ഒത്തുകൂടിയിരുന്നു. തരകൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ തലപ്പത്തിരിക്കുന്ന ഡെന്നീസിന്റെ അപ്പച്ചൻ തോമസും അദ്ദേഹത്തിന്റെ ഭാര്യ ഏലിയാമ്മ, ഒപ്പം തരകൻ ഗ്രൂപ്പിന്റെ ബിസിനസ് കാര്യങ്ങൾ ഡെന്നീസിനോടൊപ്പം നോക്കിയെടുക്കുന്ന മൂത്തചേട്ടൻ ജോണും, ജോണിന്റെ ഭാര്യയും തരകൻ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ ആലീസും അവരുടെ മകൻ ആലൻ ജോൺ ഉൾപ്പെടെയുള്ളവരും അവിടെ ഗൗരവത്തോടെ നിൽപ്പുണ്ടായിരുന്നു. അവിടെ നിശബ്ദത കീറിമുറിച്ചുകൊണ്ട് വല്യപ്പച്ചൻ വർക്കി കടുത്ത ഗൗരവത്തോടെ ചോദിച്ചു, ഡെന്നീസേ, നീ എന്ത് പറഞ്ഞിട്ടാണ് അവിടുന്ന് ഇറങ്ങിപ്പോയത്? ബിസിനസിന്റെ കാര്യം, ഒരു പുതിയ കമ്പനി തുടങ്ങുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോ നീ എങ്ങനെയാ തിരിച്ചു വന്നേക്കുന്നത്? പോയതുപോലെ വെറുതെ ഒന്നുമല്ലല്ലോ, ഒരു പെൺകൊച്ചുമായിട്ടല്ലേടാ നീ തിരികെ കയറി വരുന്നത്. നീ എന്നതാടാ ഈ കാണിച്ചു കൂട്ടിയത്? വല്യപ്പച്ചൻ അങ്ങനെ ചോദിച്ചു. ഡെന്നീസിന്റെ അപ്പച്ചൻ തോമസ് അവനങ്ങനെ നിൽക്കുന്ന കണ്ട് കടുത്ത ദേഷ്യത്തോടെ അവന്റെ അരികിലേക്ക് വന്നു. വേഗത്തിൽ അവന്റെ കൗളിരണം പൊട്ടിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, നീ എന്താടാ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? അതോടൊപ്പം ഡെന്നീസിന്റെ ഷർട്ടിന്റെ കോൾ പിടിച്ച് ആരെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം അവനെ പിടിച്ചുലുക്കി. ആടിയുലഞ്ഞുപോയ ഡെന്നീസിനെ കണ്ട് അമ്മച്ചി ഏലിയാമ്മ സാരി തലപ്പുകൊണ്ട് മുഖം പൊത്തി. തലാഴ്ത്തുന്ന ഡെന്നീസിന്റെ താടിക്ക് പിടിച്ച് വല്യപ്പച്ചൻ വീണ്ടും കടുത്ത ശബ്ദത്തിൽ ചോദിച്ചു, ഞാൻ ചോദിച്ചു കേട്ടില്ലേ, നീ എന്തുദ്ദേശിച്ച അവിടുന്ന് പോയത്? വെറുതെ തലകൂനിച്ച് നിൽക്കാതെ എന്റെ മുഖത്ത് നോക്കി എന്തിനാ നീ ഇത് ചെയ്തെന്ന് പറ. വല്യപ്പച്ചന്റെ ആ ചോദ്യത്തിന് മറുപടിയായി ഡെന്നീസ് പതരാതെ തല ഉയർത്തി നിന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, വല്യപ്പച്ച, ഞാൻ പാലക്കാട്ടേക്ക് പോയത് അവിടെ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനും പിന്നെ അവിടെയുള്ള ഫ്ലാറ്റിൽ പുതിയ പ്രൊജക്ടുകളുടെ കാര്യങ്ങൾ സംസാരിക്കാനും ഇൻവെസ്റ്റേഴ്സിനെ ആർക്കിടെക്ടേഴ്സിനെയും കാണാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന കരുതിയല്ല. പക്ഷേ എന്നാൽ അവൻ പറഞ്ഞൊന്നും കേൾക്കാൻ നിൽക്കാതെ അപ്പച്ചൻ തോമസ് വലിയ ദേഷ്യത്തോടെ തിരിഞ്ഞകത്തേക്ക് കയറിപ്പോയി. അദ്ദേഹത്തിന് പിറകെ കുടുംബത്തിലെ മറ്റുള്ളവർ ഓരോന്നായി അകത്തേക്ക് നടന്നു.
അങ്ങനെ എല്ലാവരും പിരിഞ്ഞുപോയ ആ നിമിഷത്തിൽ വലിയമ്മച്ചി ത്രേസ്യമേലെ ഡെന്നീസിന്റെ അരികിലേക്ക് വന്നു. ആ ഒരു സ്നേഹത്തോടെ അവന്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, നീ വിഷമിക്കണ്ടടാ ചേക്ക, ഞാൻ പറഞ്ഞ് സെറ്റ് ചെയ്ത് തരാം. അതുവരെ നീ ഇവിടെ നിൽക്ക്. അത് പറഞ്ഞ് വലിയമ്മച്ചി പതുക്കെ തിരിഞ്ഞ് ഗായത്രിയെ നോക്കി പുഞ്ചിരിയോടെ ചോദിച്ചു, മോളുടെ പേരെന്താ? ഗായത്രി. മടിച്ച് അവൾ പറഞ്ഞു. അത് കേട്ട് അമ്മച്ചി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. മോള് വിഷമിക്കേണ്ട കേട്ടോ, ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളൂ. എല്ലാവരും സ്നേഹമുള്ളവരവിടെ. അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറിയപ്പോൾ ഡെന്നീസ് മാത്രം ഗായത്രിയോടൊപ്പം പുറത്തുതന്നെ നിന്നു. തൊട്ടു മുമ്പ് അപ്പച്ചൻ തോമസിന്റെ കയ്യിൽ നിന്ന് ഡെന്നീസിന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു അടി കിട്ടിയതിന്റെ വേദനയിലും അപമാനത്തിലും തകർന്നുപോയ ഡെന്നീസ് ദേഷ്യവും നിരാശയും കൊണ്ട് കാറിന്റെ ബോണറ്റിൽ ശക്തിയായി അടിച്ച് അതിലേക്ക് മുഖം അമർത്തി കിടന്നു. അതുകൊണ്ട് ബിജു റോയി ഓടിയെത്തി അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ആശ്വസിപ്പിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഡെന്നീസ് സമാധാനപ്പെടാ, ഇതിപ്പോ ഇങ്ങനെയൊക്കെയല്ലേ സംഭവിച്ചോളൂ നേരത്തെ ആശ്വസിക്ക്, ഇങ്ങനെ തളർന്നു പോയ എങ്ങനെയാ? അപ്പോഴാണ് ആ കരച്ചിലിന്റെ ശബ്ദം കേട്ട് ഡെന്നീസ് എഴുന്നേറ്റും തലയുയർത്തി നോക്കിയത്. അടുത്തുനിന്ന് ഗായത്രി കരയുകയാണ്. അത് കണ്ടിട്ട് അവൻ അസഹ്യമായ ദേഷ്യത്തോട് ചോദിച്ചു, എന്തിനാണ് നീ എപ്പോഴും ഇങ്ങനെ കിടന്ന് മോങ്ങുന്നത്? നിന്നോട് ആരെങ്കിലും ഇതിന് ചെയ്തോ? അടി കിട്ടിയത് എനിക്കല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നത്? മനുഷ്യന് ചെവിത്താന കേൾക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ. അത് കേട്ട് ഗായത്രി പേടിയോടെയും സങ്കടത്തോടെയും മിണ്ടാതെ തന്റെ കണ്ണുടച്ച് ഒന്നും മിണ്ടാതെ നിശബ്ദയായി നിന്നു. വീടിന്റെ സ്വീകരണ മുറിയിൽ അപ്പച്ചൻ വർക്കിയും വലിയമ്മച്ചി ത്രേസ്യ, അപ്പച്ചൻ തോമസും അമ്മച്ചി ഏലിയാമ്മയും മറ്റു കുടുംബാംഗങ്ങളും ഗൗരവത്തോട് ഒത്തുകൂടിയിരുന്നു. ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അപ്പാപ്പൻ വർക്കി തോമസിനോട് ചോദിച്ചു, എടാ തോമസേ, നീ എന്താ ഈ കാണിക്കണേ? നമ്മുടെ കൊച്ചു ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നിട്ടല്ലേ ഉള്ളൂ, അതിനിങ്ങനെ പുറത്തെത്തി എങ്ങനെ ശരിയാവും? അവൻ കൊച്ചിൻ്റെ ജീവിതം സംരക്ഷിച്ചല്ലേ ഉള്ളൂ. അവിടെ നാട്ടുകാർക്കിടയിൽ എറിഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ എന്താവുമായിരുന്നു? നമ്മുടെ കൊച്ചിന് നല്ല മനസ്സാ, അതാ അവൻ അങ്ങനെയൊക്കെ ചെയ്തത്. ആ മനസ്സിൻ്റെ നന്മയെ നമ്മൾ കാണാതെ പോകരുത്. നാട്ടുകാരറിഞ്ഞ അവരെന്തൊക്കെയായിരിക്കും നമ്മളെ കുറിച്ച് പറയാ. അത് കേട്ട് തോമസ് ദേഷ്യത്തോടെ തലപിടിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ എന്ത് വേണമെങ്കിലും കാണിച്ചോടാ അപ്പച്ച, ഇങ്ങനെ പണിയൊപ്പിച്ച അവനല്ലേ? അത് കേട്ട് അമ്മച്ചി ഏലിയാമ്മ ദേഷ്യത്തോടെയും എന്നാൽ ചെറിയ ദുഃഖത്തോടെയും കൂടി പറഞ്ഞു, ഇച്ചായ ഇനിയിപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നതായാലും അവൻ കാണിച്ചത് തെറ്റ് തന്നെയാ. എങ്കിലും കൊണ്ടുവന്നിരിക്കുന്ന പെൺകൊച്ച് തുമ്പപ്പൂ പോലെ എന്ത് ചന്തമുള്ള സുന്ദരി പെൺകുട്ടിയാണെന്നറിയോ? നമ്മുടെ കൊച്ചുമായിട്ട് നല്ല ചേർച്ചയാ. അത് കേട്ട് ഡെന്നീസിന്റെ അപ്പച്ചൻ തോമസ് കടുത്ത ദേഷ്യത്തോടെ അവിശ്വാസത്തോടെ അവർ രൂക്ഷമായി തുറിച്ചു നോക്കി. തുടർന്ന് അയാൾ ഗൗരവത്തോടെ പറഞ്ഞു, എടി ആലീസേ, കൊച്ചേ, നീ വെറുതെ അകത്ത് പോയി കൊന്നവാറയും മെഴുകുതിരി വാ. അത് അമ്മച്ചിയുടെ കൈ കൊടുക്ക്. എന്നിട്ട് അമ്മച്ചി അവിടെ കയ്യിലാക്കി കൊടുത്ത് വലുതുകാലം വെച്ച് അവളോട് അകത്ത് കയറാൻ പറയാം. ഇനി ഞാനായിട്ട് ഇവിടെ ആരുടെയും സമാധാനം കളയണ്ട. അത് കേട്ടതും അന്തരീക്ഷം പെട്ടെന്ന് ശാന്തമായി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മുഖത്തൊരു ആശ്വാസത്തിന്റെ പുഞ്ചിരി വിളർന്നു. അതുകൊണ്ട് വലിയപ്പച്ചൻ വർക്കി എല്ലാവരെയും നോക്കിക്കൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു, ഇതാണ് നമ്മുടെ കുടുംബം. നമ്മൾ ആരെയും വെറുതെ അങ്ങനെ മാറ്റി നിർത്താൻ പാടില്ലല്ലോ. തെറ്റൊക്കെ ആരാ ചെയ്യാത്ത? അവൻ ചെയ്തത് എന്നതായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. വന്നു കയറുന്ന കുട്ടിയെ നമുക്ക് സ്നേഹത്തോടെ സ്വീകരിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പാപ്പൻ വർക്കി മുന്നോട്ട് നടന്നു. പിന്നാലെ സ്വീകരണ മുറിയിലുണ്ടായിരുന്ന എല്ലാവരും കൂട്ടത്തോടെ വീണ്ടും ഉമ്മറപ്പടിയിലേക്ക് വന്നു. അവിടെ നിന്നുകൊണ്ട് അവർ കാറിന് സമീപം നിൽക്കുന്ന ഡെന്നീസിനെയും ഗായത്രിയെയും നോക്കി. കടുത്ത ദേഷ്യത്തിലും നിരാശയിലും നിൽക്കായിരുന്ന ഡെന്നീസിനോട് വല്യപ്പച്ചൻ അവിടേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഡെന്നീസേ, ആ കൊച്ചിന്റെ കയ്യും പിടിച്ചിങ്ങ് പോരടാ. അത് കേട്ടതും ഡെന്നീസ് ഉള്ളിലെ ദേഷ്യം മുഴുവൻ ആ കയ്യിൽ തീർക്കും പോലെ ഗായത്രിയുടെ കയ്യിൽ കൂടുതൽ മുറുകെ പിടിച്ചു. അവനവളുടെ കയ്യിൽ പിടിച്ച് വീടിന്റെ ഉമ്മറപ്പടിയിലേക്ക് നടന്നു. അപ്പോൾ കയ്യിൽ കടുത്ത വേദന തോന്നി ഗായത്രി അവന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴാണ് താൻ എത്രത്തോളം ശക്തിയിലാണ് അവിടെ കൈ മുറുക്കെ പിടിച്ചിരിക്കുന്നതെന്ന് ഡെന്നീസ് ശ്രദ്ധിക്കുന്നത്. അവൻ പെട്ടെന്ന് തന്നെ അവിടെ കൈവിട്ടുകൊടുത്തു. അപ്പോഴേക്ക് അടുത്തെത്തിയ ഏലിയാമ്മ ഗായത്രിയോടായി പറഞ്ഞു, ഇങ്ങോട്ട് കയറി നിൽക്കു അച്ഛേ. തുടർന്ന് അമ്മച്ചി കയ്യിലുണ്ടായിരുന്ന കൊന്തമാലയും മെഴുകുതിരിയും ഗായത്രിയുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് വാത്സല്യത്തോടെ അവളുടെ നെറ്റിയിൽ കൈവച്ച് ഒരു കുരിശ് വരച്ചു. അതിനുശേഷം അമ്മച്ചി സ്നേഹത്തോടെ അവളോട് പറഞ്ഞു, വലതുകാലി വെച്ച് കയറുമോളെ. എന്നാൽ ഗായത്രി തന്റെ ജീവിതം എങ്ങോട്ടാണെന്നോ എന്താണെന്നോ പോലും അറിയാത്ത ഒരു മൂടിയ അവസ്ഥയിലേക്കാണ് വലതുകാലി വെച്ച് ആ പടവ് ചവിട്ടി കയറിയത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.